നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ നാളായിട്ട് ETF ഷോപ്പ് 2 എന്ന് പറഞ്ഞ ഒരു സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും കുറേ പേര് പാരലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ഇതുവരെ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നും അതുപോലെ തന്നെ അത് നമ്മൾ കോമ്പൗണ്ടിങ്ങിലേക്ക് പോകുമ്പം എക്സൽ ഷീറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നുമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ETF ഷോപ്പ് 2-ൽ നമ്മൾ ETFകളാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് അറിയാം. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരുപാട് ETFകൾ ഇപ്പോഴും നിലവിലുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്ത ETFകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇതുവരെ അച്ചീവ് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഏപ്രിൽ 2024 തൊട്ട് 27 സെപ്റ്റംബർ 2024 വരെയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് 9,800 രൂപയാണ് നമ്മൾ ഇതുവരെ അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ഏകദേശം 10,000 രൂപയാണ് നമുക്ക് ഇതുവരെ നെറ്റ് റിയലൈസ്ഡ് പ്രോഫിറ്റായിട്ട് ചാർജസ് എല്ലാം പോയതിന് ശേഷം അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നമുക്കിനി എക്സൽ ഷീറ്റിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ETF ഷോപ്പ് 2-ൽ നമ്മൾ 3 ലക്ഷത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം പലരും പല എമൗണ്ടിലായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. എത്രയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് 10,000 രൂപയാണ് ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എൻട്രി എടുക്കാതെ പോവുകയാണ് ചെയ്തത്. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും കവർ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ 3,99,062, അതായത് ഏകദേശം 3,10,000 എന്ന റേഞ്ചിലേക്ക് തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 സ്റ്റെപ്പും സക്സസ്ഫുള്ളായിട്ട് അച്ചീവ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ 3 സ്റ്റെപ്പ് അച്ചീവ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഗ്രീൻ കളറിലേക്കൊന്ന് ആക്കാം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ജസ്റ്റ് ഗ്രീൻ ഷെയ്ഡിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രീൻ ഷെയ്ഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 സ്റ്റെപ്പും ഇതുവരെ അച്ചീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എത്രയിൻ്റെ അകത്താണ് എൻട്രി എടുക്കേണ്ടത്, എത്ര എമൗണ്ടിലാണ് എൻട്രി എടുക്കേണ്ടത്? 5,166 ഇനി എൻട്രി എടുക്കേണ്ടത്. ഏകദേശം നിയർലി 5,170 എന്ന റൗണ്ട് ഫിഗർ എടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ 5,170 നമ്മുടെ ഒറിജിനൽ എക്സൽ ഷീറ്റിൽ ഒരു മാറ്റം വരുത്താൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും. അവിടെ പോയി ജോയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയ്ക്കകത്തും കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിത് സേവ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് പോകുന്നതനുസരിച്ച് നമുക്കിത് കളറ് 1 by 1 ആയിട്ട് ഇട്ട് പോകാം. അപ്പോൾ അതായിട്ട് നമ്മളൊരു വലിയ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി വലിയ ക്യാപിറ്റൽ ഇല്ലെങ്കിലും നമുക്ക് ചെറിയ ക്യാപിറ്റലാണെങ്കിലും ഇത് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ആ ഒരു ഷീറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ETF ഷോപ്പ് 2-ന്റെ നമ്മൾ പർച്ചേസിങ് എക്സൽ ഷീറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ഈ ഒരു 5,000-ലായിരുന്നു ഇതുവരെ എൻട്രി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് 5,170 എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളതും സെറ്റായിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇനി ഒരു ഇത് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം പാരലായിട്ട് എൻട്രി എടുത്ത് പോയവർ ഈ ഒരു മോഡിഫിക്കേഷൻസ് വരുത്തുക. അപ്പോൾ നിങ്ങളുടെ 1 ലക്ഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആ രീതിയിൽ മാറ്റം വരുത്തുക, 2 ലക്ഷത്തിലാണെങ്കിൽ ആ രീതിയിൽ മാറ്റം വരുത്തുക, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എക്സൽ ഷീറ്റ് അനുസരിച്ച്. ഇതൊരിക്കലും റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ. അതായത് നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് പഠിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് ഒരു നല്ലൊരു നോളജ് എന്ന രീതിയിൽ ഒന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് നല്ല രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്ത് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മെത്തേഡാണ്. വളരെ പേഷ്യൻസോടുകൂടി വളരെ കൂളായിട്ട് റൺ ചെയ്യിപ്പിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്ന മെത്തേഡ്സാണ്. ഞാൻ വാട്സപ്പിലൊക്കെ ഒരുപാട് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതാണ്. അപ്പം താങ്ക് യു. ഓക്കെ.